അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. അജ്മി പുട്ടുപൊടി കുറച്ചെടുക്കുക. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ച് വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും നനച്ച് വെക്കണം. ഒരു കപ്പ് പൊടി എടുക്കണമെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് നനച്ച് വെക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അതവിടെ നനച്ചൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കട്ടെ. അതിന് ശേഷം ഞാൻ വരാം. അപ്പോഴത്തേക്ക് ഉമ്മാമ രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായയൊക്കെ കുടിച്ച് രത്തിലടക്കം കുത്തുകയാണ്. മിനിറ്റിന് ഇതിങ്ങനെ വായിലിട്ടുകൊണ്ടിരിക്കണം. അതാണ് ഉമ്മാമ. അപ്പോൾ ഏകദേശം അത് നമ്മളെ പുട്ടിൻ്റെ നനവ് പോലെ ഏകദേശം ആ പുട്ടിൻ്റെ നനവ് തന്നെ. കൂടുതൽ ഒരിക്കലും വെള്ളമായി പോകരുത്. മൈദ ഇട്ട് കുഴക്കുന്നതിന് ശേഷം ശ്രദ്ധിച്ചൊന്ന് കുഴച്ചെടുക്കുക. ആവശ്യത്തിലുള്ള മൈദ എടുക്കുക. നിങ്ങളിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നതാണെങ്കിൽ 2 കപ്പ് അല്ലെങ്കിൽ ഒരു 1.5 കപ്പ് മൈദയെങ്കിലും എടുക്കണം. വെള്ളം മൈദ ഇട്ടതിന് ശേഷം കുറേശ്ശെ ഇട്ടിട്ട് വേണം കുഴച്ചെടുക്കുക. നന്നായിട്ട് വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. വെള്ളം കൂടിയാൽ പണി പാളും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, കാരണം നമ്മൾ ഓൾറെഡി പുട്ടുപൊടിയിൽ വെള്ളം ഒഴിച്ച് നനച്ച് വെച്ചതായതുകൊണ്ട് മൈദ ഇട്ട് കുറച്ച് വെള്ളം, പിന്നെ പാകത്തിനുള്ള വെള്ളമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈദ അരിയുമായി യോജിച്ച് പൂരിക്ക് എങ്ങനെയാണോ നമ്മൾ കുഴച്ചെടുക്കുന്നത് അതേപോലെ കുഴച്ചെടുക്കുക. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഓയിലോ ഒന്നും ഒഴിക്കണ്ട. ഒരു മസാലയൊന്നും ഇടണ്ട. സാധാ വെറും അരിയും മൈദയും. ഇതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൽ ചിലവർ പിന്നെ ഉള്ളിയും ജീരകമൊക്കെ ഇട്ടിട്ട് നെയ്പ്പത്തിരി പോലെ ഉണ്ടാക്കും. അതല്ല ഇത് വെറും അരിപ്പൂരി. പ്രത്യേക ഒരു ടേസ്റ്റായത്. എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതേപോലെ പാകത്തിന് കുഴച്ചെടുക്കുക. ഒരിക്കലും വെള്ളം കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് മൈദ ഇട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോയിപ്പോകും. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കണം. അതേപോലെ തന്നെ ഇതേ പാകത്തിന് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് പൂരിയേക്കാളും കുറച്ച് വലുതായിട്ട് ഉരുളകളാക്കി എടുക്കുക. പൂരിയുടെ ഉരുളയല്ല, കുറച്ചും കൂടിയും കുറച്ച് വലുപ്പത്തിൽ ഉരുളകളാക്കി പൂരി പോലെ പരത്തിയെടുക്കുക. മൈദയിട്ട് നമ്മൾ പരത്തുന്ന പ്രസ്സിൽ പരത്തിയെടുക്കുക. ഇതേപോലെ ഉരുളകളാക്കി ഇടുക. ഞാനത് പരത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരിക്കലും പൂരിയുടെ ഭാഗത്തിനെടുത്ത് നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ പൊങ്ങി വരില്ല. പൂരി പോലെ പൊങ്ങില്ല. ഒരു കട്ടിയിലാക്കിയിട്ട് പരത്തിയെടുക്കണം. ഓവർ കട്ടിയും പാടില്ല. പുറത്ത് നല്ല കാറ്റും മഴയാണ്. ജാലകമൊക്കെ അടയുന്നുണ്ട്. ഞാൻ ഈ ജാലകം ഒന്ന് അടക്കട്ടെ. നല്ല ശക്തിയായ കാറ്റും മഴയും രാവിലെ തന്നെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ എങ്കിലൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതേപോലെ പൂരിയുടെ ആകൃതിയിൽ പരത്തിയെടുക്കുക. മൈദയും കൂട്ടി പരത്തിയെടുക്കുക. ഒരിക്കലും ലൂസായി പോകാൻ പാടില്ല. ഓവർ കട്ടിയും പാടില്ല. കട്ടിയായിക്കഴിഞ്ഞാൽ നമുക്ക് പൂരി പോലെ പരത്തിയെടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു വിണ്ട് കീറിയ പോലെ ആയിപ്പോകും. അതാണ് പറയുന്നത്, കറക്റ്റായ വെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ ഞാൻ പൂരി ഫുള്ളും പരത്തിയെടുത്തു. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പൂരി പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ വമ്പൻ കിടിലം ടേസ്റ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ചിലർക്കൊക്കെ തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുത്താലാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇതിൽ വേറൊന്നും കൂട്ടാൻ പാടില്ല, വെറും അരിയും മൈദയും. അത് അജ്മി പുട്ട് പൊടി മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും കൊണ്ട് ഉപയോഗിച്ച് ചുടാം. എൻ്റെ കയ്യിൽ അജ്മി പുട്ടുപൊടി ഉള്ളത് കൊണ്ടാണ് ഞാനതെടുത്തത്. നമുക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടി ഞാൻ കൊച്ചുള്ളി അരിഞ്ഞിട്ടതാണ്. എണ്ണയിൽ നന്നായി ഉള്ളി മുരിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. എണ്ണയുടെ ബാഡ് സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ പൂരി ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ 3 വർഷം കഴിഞ്ഞു ചാനൽ തുടങ്ങിയിട്ട്. സബ് കൂടുകയല്ലാതെ എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല. എല്ലാവരും ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ആഗ്രഹങ്ങൾ കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഒരുപാട് പേരുടെ ബാഡ് കമൻ്റൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. എന്നിട്ടും ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. ഞാൻ ഇനിയും മുന്നോട്ട് തന്നെയാണ് വർക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാനും ഒരു കാലത്ത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി എനിക്കും വരുമാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാനും വീഡിയോ ചെയ്യുന്നത്. ഞാൻ ലോങ് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആവാത്തത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നന്നായി പൊങ്ങി വന്ന കണ്ടില്ലേ, ഇതേപോലെ പൊങ്ങി വരും. നൈസായി പരത്തി കഴിഞ്ഞാൽ പൊങ്ങി വരില്ല. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഒരു പൂരിനേക്കാളും കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കണം. ഓവർ കട്ടിയും പാടില്ല, അപ്പോൾ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. ഒരു ഒത്ത രീതിക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഫുള്ളും ചുട്ടെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ബീഫിൻ്റെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ എന്ത് കറിയുടെ കൂടെ ആയാലും കുഴപ്പമില്ല, കറിയില്ലാതെയും തിന്നാം. അപ്പോൾ പൂരി ഫുള്ളായിട്ട് പൊരിച്ച് കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്ബും ചെയ്യാൻ മറക്കല്ല. എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ബായ്.